കോൺഗ്രസ് ഉയർത്തിയ ഡീൽ ആരോപണം ഇത്തവണ അവരെ തന്നെ തിരിഞ്ഞുകൊത്തും. ഏറ്റവും ഒടുവിലായി അമ്പലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി G. സുധാകരൻ പൊതുസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ കേരള സമൂഹത്തിന്റെ മനസ്സിലേക്ക് വീണ്ടും ഓടിയെത്തുന്നത്. നമുക്ക് ഏതാണ്ട് 90,000 വോട്ട് കിട്ടും. കോൺഗ്രസിന് 50,000 വോട്ട്. അതൊന്നും പറയാതെ നിങ്ങൾ ചോദിക്കണം. BJPയിൽ നിന്ന് ഒരു 5,000 കുറയാതെ വരും. അത് ഉറപ്പായിട്ട് വരും. കാരണം അവരാരും RSS ഐഡിയോളജിക്കാരല്ല. അത് വേറെ ചില ചിന്താഗതികളൊക്കെ കൊടുക്കുന്നതാണ്. കൃത്യം കണക്കാണ് G. സുധാകരൻ പറഞ്ഞത്. 5,000 BJP വോട്ടുകൾ തനിക്ക് ലഭിക്കും. വ്യക്തിപരമായ വോട്ടുകളും കോൺഗ്രസിന്റെ വോട്ടുകളും ചേർത്ത് 90,000 വോട്ടുകൾ തനിക്ക് ലഭിക്കും. താൻ വിജയിക്കുമെന്നാണ് G. സുധാകരൻ പറഞ്ഞത്. പല കാലങ്ങളിൽ RSSുമായി കോൺഗ്രസ് ഉണ്ടാക്കിയ ഡീലിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അമ്പലപ്പുഴയിൽ G. സുധാകരൻ പറഞ്ഞത്. RSSുമായി ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഡീല് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കോൺഗ്രസ്. 1960 പട്ടാമ്പിയിൽ EMSനെയും 1971 പാലക്കാട്ട് AKGയെയും ഇതേ ഡീലിലൂടെ നേരിട്ടത് കണ്ടതാണ്. അന്ന് കോൺഗ്രസിനും RSSനും വെവ്വേറെ സ്ഥാനാർത്ഥികളില്ല. ഒറ്റ സ്ഥാനാർത്ഥിയെ നിർത്തിയാണ് ഇടതുപക്ഷത്തിന്റെ നേതാക്കളെ നേരിട്ടത്. അത് പിന്നീട് 1991 വടകരയിലും ബേപ്പൂരിലും കുപ്രസിദ്ധമായ കോലീബിയിലൂടെ ആ ഡീല് കേരളം കണ്ടതാണ്. അത് KG മാരാർ പുസ്തകത്തിലൂടെ വെളിപ്പെടുത്തിയപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു അന്തർധാര ഉണ്ടല്ലോ എന്ന് കേരള സമൂഹം മൂക്കത്തു വിരൽ വെച്ച് ചോദിച്ചു പോയത്. ഏറ്റവും ഒടുവിൽ 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതേ ഡീലുണ്ടായിരുന്നു. 2024 തൃശ്ശൂരിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്ക് കിട്ടിയ 84,000 വോട്ടുകൾ, അധികമായി കിട്ടിയ 84,000 വോട്ടുകൾ എവിടെ നിന്ന് വന്നു എന്ന് പരിശോധിച്ചാൽ 2019 കോൺഗ്രസിന് കിട്ടിയ വോട്ടും 2024 കിട്ടിയ വോട്ടുകളും പരിശോധിച്ചാൽ മാത്രം മതിയാകും. 84,000 കോൺഗ്രസിന്റെ വോട്ടുകളാണ് 2024 അന്നത്തെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് ലഭിച്ചത്. അപ്പോൾ ചോദ്യം ഉയരുകയാണ്, ആരാണ് ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നത്? ആ ഡീൽ എല്ലാ കാലത്തും RSSും കോൺഗ്രസും തമ്മിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ പുകമറ മറയ്ക്കാൻ സംസ്ഥാന സർക്കാരിനെതിരെ കൃത്യമായ ഒരു ആരോപണം പോലും ഉന്നയിക്കാൻ കഴിയാത്ത, സംസ്ഥാന സർക്കാരിന്റെ ഒരു പരാജയം പോലും എടുത്തു കാട്ടാൻ കഴിയാത്ത പ്രതിപക്ഷം ഏറ്റവും ഒടുവിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ആയുധമാണ് ഡീൽ എന്ന് പറയുന്ന ആരോപണം. എല്ലാ മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ ഡീലുകൾ RSSും കോൺഗ്രസും തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മതരാഷ്ട്രവാദികളുമായി ഡീൽ ഉണ്ടാക്കുകയും അവരുടെ വോട്ടുകൾ വാങ്ങുകയും ചെയ്യും. കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മതരാഷ്ട്രവാദികളെ വെള്ളപൂശിക്കൊണ്ട് VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ജനങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പോലും പറയാത്ത തരത്തിലുള്ള നിലപാടാണ് ആ വിഷയത്തിൽ VD സതീശൻ എടുത്തത്. തങ്ങൾ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് ഒരിക്കൽ പോലും ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞിട്ടില്ല. പക്ഷേ അന്ന് VD സതീശൻ അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുന്നു അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചുവെന്ന്. അങ്ങനെ മതരാഷ്ട്രവാദികളുടെയും തീവ്ര ഹിന്ദുത്വവാദികളുടെയും വോട്ടുകളിൽ മാത്രമാണ് ഇപ്പോൾ UDF ശരണം പ്രാപിച്ചിരിക്കുന്നത്. കൃത്യമായൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കെൽപ്പില്ലാത്ത കോൺഗ്രസ് UDF ഡീൽ ആരോപണവുമായി മുന്നോട്ട് വരുമ്പോൾ കേരളത്തിലെ ജനത ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, ചില ചരിത്ര വസ്തുതകൾ പരിശോധിച്ചതിന് ശേഷം, ആരാണ് RSSുമായി ഡീൽ ഉണ്ടാക്കിയിട്ടുള്ളത്? ആരാണ് എല്ലാ കാലവും RSSനോട് നോ ഡീൽ പറഞ്ഞിട്ടുള്ളത്? മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ 3 ദിവസങ്ങൾ നടത്തിയ പത്രസമ്മേളനങ്ങളിൽ ഈ ഡീലിന്റെ ചരിത്ര വസ്തുതകൾ നിരത്തി ആ ഡീലിനെ പൊളിച്ചു കൊടുക്കുകയും ചെയ്തു. നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ ഡീൽ ആരോപണം ഇപ്പോൾ UDF കോൺഗ്രസ് ഉന്നയിക്കുന്നത് എന്ന്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം, അവരുടെ രക്ഷകരായി, ന്യൂനപക്ഷ സംരക്ഷകരായി ഇടതുപക്ഷത്തെ കാണുന്നുണ്ട്. പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിലടക്കം പിണറായി എടുത്ത നിലപാടുകൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഇടതുപക്ഷത്തോടടുക്കുന്ന മുസ്ലിം ജനവിഭാഗത്തെ അകറ്റാൻ ലക്ഷ്യമിട്ട് തന്നെയാണ് ഈ ഡീൽ ആരോപണം CPMനെതിരെ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്നത്. പക്ഷേ ആ ഡീൽ ഇത്തവണ അവരെ തിരിഞ്ഞു കൊത്തുക തന്നെ ചെയ്യും.